മരുന്നുമില്ല, ഒന്നുമില്ല ആശുപത്രികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യായവില ഷോപ്പുകളിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷം. മരുന്ന് വിതരണം നിലച്ചിട്ട് 10 ദിവസം കഴിഞ്ഞു. കുടിശ്ശികയിൽ വീഴ്ച വന്നതോടെ മരുന്ന് വിതരണക്കാർ സമരം ആരംഭിച്ചതോടെയാണ് മരുന്ന് ക്ഷാമം രൂക്ഷമായത്. പ്രതിഷേധവുമായി പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തി. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പേരിനു പോലും മരുന്നില്ല, ഒപ്പം ഇപ്പോൾ ന്യായവില കേന്ദ്രങ്ങളിൽ പോലും മരുന്നില്ലാത്തൊരവസ്ഥ. രോഗികൾ നെട്ടോട്ടമോടുകയാണ്. പ്രതിഷേധം തുടങ്ങിയിട്ട് പോലും അവിടേക്ക് ഒരു മരുന്നും എത്തിയിട്ടില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യായവില ഷോപ്പുകളിലേക്ക് എത്തിയിട്ടില്ല. 10-ാം തീയതി, കഴിഞ്ഞ 10-ാം തീയതി ആയിരുന്നു വലിയ രീതിയിലുള്ള കുടിശ്ശിക ആയതിനെ തുടർന്ന് വിതരണക്കാർ ആശുപത്രിയിലെ ന്യായവില ഷോപ്പുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം നിർത്തിവെച്ചത്. 90 കോടി രൂപയാണ് കഴിഞ്ഞ 9 മാസമായിട്ട് മരുന്ന് വിതരണക്കാർക്ക് KMSCL നിന്ന് കൊടുക്കാനുള്ളത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് 90 കോടി രൂപയാണ് മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത്. കഴിഞ്ഞ മാർച്ച് മുതൽ ആ കുടിശ്ശിക തുടരുകയുമാണ്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ 10-ാം തീയതി ഈ ഓൾ കേരള ഡ്രഗ്ഗിസ്റ്റ് ആൻഡ് അസോസിയേഷൻ ഇത്തരത്തിലൊരു സമരം ആരംഭിക്കുകയും മരുന്ന് വിതരണം നിർത്തിവെക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ആശുപത്രിയിലെ പ്രവർത്തനങ്ങളൊക്കെ ആകെ അവതാളത്തിലായിരിക്കുകയാണ്. ഇഞ്ചക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ IV ഫ്ലൂയിഡുകളോ ഒന്നും ലഭ്യമല്ല, ബാൻഡേഡുകൾ ലഭ്യമല്ല. എല്ലാ തരത്തിലുള്ള അവശ്യ മരുന്നുകളുടെയും വിതരണം ആശുപത്രിക്കകത്ത് നിലച്ചൊരവസ്ഥയിലാണ്. അതിനാൽ തന്നെ വലിയ തുക മുടക്കി ആശുപത്രിക്ക് പുറത്തു നിന്ന് മരുന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള രോഗികൾ എത്തിയിട്ടുള്ളത്. ഈ സമരം പ്രഖ്യാപിച്ച് 9 ദിവസമായപ്പോൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ മരുന്ന് വിതരണ കമ്പനിയൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ചയിലും തീരുമാനമായിട്ടില്ല. 15 കോടി രൂപ നൽകാം, നിങ്ങൾ മരുന്ന് വിതരണം ആരംഭിക്കണമെന്ന് മരുന്ന് വിതരണക്കാരോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ അതിന് തയ്യാറായില്ല. അതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിലും സമാനമായ സാഹചര്യം മരുന്ന് വിതരണ കമ്പനിക്കാർ നേരിട്ടിരുന്നു. വലിയ രീതിയിലുള്ള കുടിശ്ശികയായ സമയത്ത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചത്. അന്ന് പറഞ്ഞത് 2 മാസം കൂടുമ്പോൾ ഈ കുടിശ്ശിക തന്നു തീർക്കാമെന്നാണ്. എന്നാൽ മാർച്ചിൽ പറഞ്ഞ ആ വാക്ക് പാലിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും മരുന്ന് വിതരണ കമ്പനിക്കാർ ഇത്തരത്തിൽ സമരം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 800 കോടി രൂപയാണ് വിവിധ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലേക്കുമായിട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് കൊടുക്കാനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 800 കോടി രൂപയുടെ കുടിശ്ശിക സർക്കാർ വിവിധ ആശുപത്രികളിലേക്ക് കൊടുക്കാൻ, വിവിധ മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട്. അതിൽ 90 കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് വിതരണം നൽകിയതുമായി കൊടുക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സർക്കാർ കൊടുക്കാനുള്ളത് 220 കോടി രൂപയാണ്. അതായത് കാസ്പ്, കാരുണ്യ എന്നീ പദ്ധതിയിൽ ചികിത്സ നൽകിയതിന് 220 കോടി രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊടുക്കാനുണ്ട്. ഈ രീതിയിൽ ആരോഗ്യരംഗം ആകെ താറുമാറാകുന്ന ഒരു അവസ്ഥയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ കോടികളുടെ കണക്ക് പറയുമ്പോഴും അത് കൊടുക്കേണ്ടത് സർക്കാരാണ്. അല്ലാതെ ഈ മരുന്ന് വിതരണം നിലച്ചിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും ഇതിലൊരു നടപടിയെടുക്കാതെ ജനങ്ങളെ അല്ലെങ്കിൽ ഈ രോഗികളെ വലയ്ക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. എത്ര ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുണ്ടാവും, അവർക്ക് മരുന്ന് വാങ്ങിക്കണ്ടേ? നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുമായിട്ട് വരുന്നവരുണ്ട്, അവർക്ക് മരുന്ന് വാങ്ങിക്കണ്ടേ? ഇതിനൊക്കെ അവർ എവിടെ പോകും? ഇതൊന്നും തന്നെ സർക്കാർ കാണുന്നുമില്ല. അതൊക്കെ കണ്ണടയ്ക്കുകയല്ലേ ചെയ്യുന്നത്? ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ IV ഫ്ലൂയിഡ് ആശുപത്രിക്കകത്തെ ന്യായവില ഷോപ്പുകളിൽ IV ഫ്ലൂയിഡ് ലഭിക്കാത്ത സാഹചര്യത്തിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഒക്കെ ചേർന്നുകൊണ്ട് പിരിവിട്ടുകൊണ്ട് പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട ഒരു ദയനീയ സാഹചര്യം, ഒരു ദുരവസ്ഥ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ദയനീയമായിട്ടുള്ളൊരു കാര്യം. ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിട്ടും ആ ചർച്ചയിൽ ഒരു തീരുമാനമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. നാളെയും മറ്റന്നാളുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അവസ്ഥ സംബന്ധിച്ച കാര്യം അവതരിപ്പിക്കുമെന്നാണ് പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സാഹചര്യത്തെ പറ്റി അറിയാത്തതല്ല. കഴിഞ്ഞ മാർച്ചിൽ സമാനമായ രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കകത്ത് മരുന്ന് വിതരണത്തിൽ പ്രതിസന്ധി നേരിടുകയും ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ന്യായവിലയിൽ ആശുപത്രിക്കകത്ത് നിന്നും മരുന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടിടപെടുകയും 2 മാസം കൂടുമ്പോൾ വിതരണക്കാരുടെ കുടിശ്ശിക തന്നു തീർക്കാമെന്നും നിങ്ങൾ മരുന്ന് വിതരണം പുനരാരംഭിക്കണമെന്നും പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2024 മാർച്ചിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ മരുന്ന് വിതരണ കമ്പനിക്കാർ സമരത്തിൽ നിന്ന് പിന്മാറുകയും മരുന്ന് വിതരണം നടത്തുകയും ചെയ്തത്. അങ്ങനെ തുടർച്ചയായി അവർ മരുന്ന് വിതരണം നടത്തി. കഴിഞ്ഞ 9 മാസമായിട്ട് കുടിശ്ശികയാണ്. അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് ഒക്ടോബർ വരെയുള്ള 30 കോടി രൂപയെങ്കിലും നൽകണമെന്നാണ്. ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക തന്നു തീർക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തങ്ങൾ മരുന്ന് വിതരണം പുനരാരംഭിക്കാമെന്ന് വിതരണക്കാർ പറയുന്നു. പക്ഷേ അതിന് പോലും സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം. പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് സർക്കാരിൽ നിന്ന് 220 കോടി രൂപ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കിട്ടാനുണ്ട്. 160 കോടി രൂപ
കാസ്പിൽ ചികിത്സ നൽകിയ വകയിലും 60 കോടി രൂപ കാരുണ്യ പദ്ധതി പ്രകാരം ചികിത്സ നൽകിയ വകയിലും 220 കോടി രൂപ സർക്കാരിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കിട്ടാനുണ്ട്. അതിനാൽ തന്നെ ഇതിലൊരു തീർപ്പുണ്ടാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ആരോഗ്യ വകുപ്പാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത് കേവലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാത്രം വിഷയമല്ല. 800 കോടി രൂപ വിവിധ മരുന്ന് വിതരണക്കാർക്ക് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആകെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ അല്ലെങ്കിൽ പ്രവർത്തനം അവതാളത്തിലാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു വകുപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പ്. പല തവണ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മരുന്ന് ക്ഷാമവും അതിരൂക്ഷമായിട്ട് തുടരുക തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ന്യായവില ഷോപ്പുകളിൽ പോലും മരുന്നില്ലാത്ത അവസ്ഥ. നെട്ടോട്ടമോടുകയാണ് ജനങ്ങൾ. ഇതൊക്കെ തന്നെ ആരോഗ്യമന്ത്രി കാണുന്നുണ്ടോ എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത്. വിശദമായ റിപ്പോർട്ടാണ് ഗൂഗിൾ കെ വേണുഗോപാൽ നൽകിക്കൊണ്ടിരുന്നത്.